ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ് 9 സ്ട്രക്ചർ ഓഫ് ദി ആറ്റം എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിലെ അടുത്ത ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആയിരുന്നു പഠിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഈ എക്സാമിന് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. കാരണം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വെച്ചിട്ട് ഒരു ആറ്റത്തിൻ്റെ ചിത്രം വരയ്ക്കുക, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിന്, അതായത് ഓണം പരീക്ഷയ്ക്ക് ഒരു എന്താണ് ആറ്റത്തിൻ്റെ ചിത്രം വരയ്ക്കാനായിട്ടുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വെച്ചിട്ട് ഒരു ആറ്റത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു എന്താണ് പലതരത്തിലുള്ള, ഞാൻ കുറേ ആറ്റത്തിൻ്റെ, അതായത് നമ്മൾ അറ്റോമിക് നമ്പർ തന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം ഞാനിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങളിപ്പം അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 13 അല്ലേ? 13 അറ്റോമിക് നമ്പർ. അപ്പം അലുമിനിയത്തിൻ്റെ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അലുമിനിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പം നമുക്ക് എത്ര ഷെൽസ് ആദ്യം എഴുതുക? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. ഓക്കെ, ഇത്രയും ഷെല്ല് ഞാൻ എഴുതി. ഇനി കെ ഷെല്ലിൽ നമുക്ക് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 എണ്ണമാണ് അല്ലേ? അപ്പം 2 എണ്ണം ഞാൻ ആദ്യം എഴുതി. പിന്നെ അതിനുശേഷം എൽ ഷെല്ലിൽ എത്ര എണ്ണം പറ്റും? 8 എണ്ണം പറ്റും. അപ്പം ഞാൻ 8 എണ്ണം എഴുതി. അപ്പം 8ഉം 2ഉം 10 എണ്ണം കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ ആകെ എത്ര ഉണ്ട്? 3 എണ്ണം കൂടെ ഉള്ളൂ ബാക്കി. ആ 3 എണ്ണം എവിടെ കൊടുത്തു? എം ഷെല്ലിൽ ഞാൻ കൊടുത്തു 3 എണ്ണം. ഓക്കെ, അപ്പം നമ്മൾ അലുമിനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു അല്ലേ? അപ്പം നമുക്ക് 3 ഷെല്ലിലായിട്ട്, അതായത് കെ ഷെല്ലില്, എൽ ഷെല്ലില്, എം ഷെല്ലില്, അങ്ങനെ 3 ഷെല്ലിലായിട്ട് നമ്മൾ ഈ അറ്റോമിക് നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഓരോ ഇലക്ട്രോൺസ് ആയിട്ട് കൊടുത്തു. ഈ ഓരോ ഷെല്ലുകളിൽ നമ്മൾ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, എം ഷെല്ലിൽ 3 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനത് കാണിച്ചു തരാം. നിങ്ങൾ നോക്കണം. ഇപ്പം നമ്മളിപ്പോൾ അലുമിനിയത്തിൻ്റെ ആണല്ലോ, അലുമിനിയം 13 നമ്മൾ എഴുതി, 2, 8, 3 അല്ലേ? 2, 8, 3 നമ്മൾ എഴുതി. ഇനി ഞാനിതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കുക. ഒരു ന്യൂക്ലിയസ് വരയ്ക്കുക. അതിനുശേഷം കെ ഷെല്ല് വരച്ചു. ഓക്കെ, അതിനുശേഷം എൽ ഷെല്ല് വരച്ചു. അതായത് നമുക്ക് കെ, എൽ, എം ഈ 3 ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പം നമുക്ക് ആ 3 ഷെല്ല് മാത്രം വരച്ചാൽ മതി. അപ്പം കെ വരച്ചു, എൽ വരച്ചു, ഇനി എം വരയ്ക്കുകയാണേ. എം വരച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഷെല്ലുകൾ വരച്ചു. നടുക്ക് ന്യൂക്ലിയസിനെ കൊടുത്തു. ഓക്കെ, നമ്മൾ നടുക്കൊരു ന്യൂക്ലിയസിനെ കൊടുത്തു. ഇനി കെ ഷെല്ലിൽ നമ്മൾ എത്ര ഇലക്ട്രോൺസിനെയാണ് കൊടുത്തത്? കെ ഷെല്ലിൽ നമ്മൾ 2 ഇലക്ട്രോൺസിനെയാണ് കൊടുത്തത് അല്ലേ? അപ്പം നമ്മൾ കെ ഷെല്ലിൽ ഇവിടെ ഒരു ഡോട്ടായിട്ട് 2 ഇലക്ട്രോൺസിനെ വരച്ചു. കണ്ടോ? ഡോട്ടായിട്ട് കൊടുത്തു. ഇനി എൽ ഷെല്ലിൽ നമ്മൾ എത്ര ഇലക്ട്രോൺസിനെയാണ് കൊടുത്തത്? 8 ഇലക്ട്രോൺസ്. അപ്പം എൽ ഷെല്ലിൽ നമ്മൾ ഡോട്ടായിട്ട് 8 എണ്ണം വരയ്ക്കണം. 1, 2, 3, 4, 5, 6, 7, 8 എട്ടെണ്ണത്തിനെ കൊടുത്തു. ഇനി എം ഷെല്ലിൽ എത്ര എണ്ണമാണ്? 3 എണ്ണം. അപ്പം 3 എണ്ണം ഇവിടെ കൊടുക്കണം, എം ഷെല്ലിൽ കൊടുക്കണം. 1, 2, 3 ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഒരു ആറ്റത്തിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ആറ്റോമിക് നമ്പർ വെച്ചിട്ട് അതിൻ്റെ കെ ഷെല്ലിലും എൽ ഷെല്ലിലും എം ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതെന്ന് എഴുതുക. എന്നിട്ട് ആ എഴുതിയത് വെച്ചിട്ട് നമ്മൾ ഈ ഷെല്ലുകൾ വരച്ചിട്ട് അതിനകത്ത് ഇലക്ട്രോൺസിനെ നമ്മൾ ഡോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി വേറൊരെണ്ണം കാണിക്കാം. ഇപ്പം അലുമിനിയത്തിൻ്റെ വേണ്ട, വേറെ ഒരെണ്ണത്തിൻ്റെ കാണിച്ചു തരാം. അലുമിനിയം കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഞാനൊരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. 2, 8, 1.
2 8 1 എന്ന് എഴുതി. അപ്പം ആദ്യം ഞാൻ ന്യൂക്ലിയസ് വരച്ചു. അപ്പം 3 ഷെല്ലേ ഉള്ളൂ, കെ ഷെല്ലും എൽ ഷെല്ലും എം ഷെല്ലും അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ന്യൂക്ലിയസ് വരച്ചു, കെ ഷെല്ല് വരച്ചു, എൽ ഷെല്ല് വരച്ചു, എം ഷെല്ല് വരച്ചു. കണ്ടോ, വരച്ചു. ഇനി കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ്. ആ 2 ഇലക്ട്രോൺസിനെ കൊടുത്തു. ഓക്കെ. ഇനി എൽ ഷെല്ലിൽ 8 എണ്ണം, 1 2 3 4 5 6 7 8 എട്ടെണ്ണത്തിനെ കൊടുത്തു. എം ഷെല്ലിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അപ്പം ഒറ്റ ഒരെണ്ണത്തിനെ കൊടുത്തു. കണ്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വെച്ചിട്ട് ഒരു ആറ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നാൽ അതിൻ്റെ ആറ്റത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പം ഏതൊരു ആറ്റത്തിനെ തന്നാലും നിങ്ങൾ ആദ്യം അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. എന്നിട്ട് ഓരോ ഷെല്ലുകളിലും എത്ര ഇലക്ട്രോൺസിനെ വീതമാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തതെന്ന് നോക്കുക. ആ ഷെല്ലുകൾ നമ്മൾ വരയ്ക്കുക. ഇപ്പോൾ ഒരു എൻ ഷെല്ലും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ഷെല്ലും കൂടെ നമ്മളവിടെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് എത്ര ഇലക്ട്രോൺസ് ആണോ അതിൽ വന്നിരിക്കുന്ന ആ ഇലക്ട്രോൺസിനെ ഡോട്ടായിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.